ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52. അപ്പോൾ എപ്പിസോഡ് 52ന്റെ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനകത്തൊന്ന്, നമ്മുടെ നോറ എന്ന് പറയുന്ന കുട്ടി ഇനി അങ്ങോട്ട് പണി മേടിച്ച് കൂട്ടാൻ പോവാണ്. നമ്മുടെ സിജോ, തിരിച്ചു കയറി വന്ന സിജോ ഇനി മെയിൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നോറ. ഡീറ്റെയിൽ ആയി എന്താ കാരണം എന്നൊക്കെ ഞാൻ വഴിയെ പറയാം, ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പറയാം. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഗെയിം ഇനി ജിൻഡോ ചേട്ടൻ തന്നെ തിരിച്ചു പണിയാവും. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി. ജിൻഡോ ചേട്ടൻ പ്ലാൻ ചെയ്യുന്ന രീതിയും പുള്ളി അത് പുറത്തേക്ക് ചില ആളുകളോട് സംസാരിക്കുന്ന രീതിയിലും ഒക്കെ ജിൻഡോ ചേട്ടൻ ഇനി പണി മേടിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഇന്നലത്തെ ഒരു എപ്പിസോഡ് നമുക്ക് കണ്ടതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ പുള്ളി ഗെയിം ഒരു പ്ലാൻ മാറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് പുള്ളിക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് തുള്ളിക്കളിച്ചൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു, ചെല്ലപ്പേര് കൊടുക്കുക എന്നുള്ളൊരു സാധനം. ഓരോ ആൾക്കാർക്ക് വന്നിട്ട്, കണ്ടസ്റ്റൻസിന് വന്നിട്ട് വേറൊരു കണ്ടസ്റ്റന്റിന് ചെല്ലപ്പേര് കൊടുക്കാം. അപ്പൊ ആ ഒരു സംഗതിയിൽ ഫസ്റ്റ് ജിൻഡോ വന്നിട്ട് സിജോയുടെ പേര് പറയുന്നുണ്ട്. സിജോ ഇവിടെ കാട്ടുതീ ആയിട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. കാട്ടുതീ പോലെ ഉയരും, കാട്ടുതീ പടർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീപ്പട്ടിക്കൊള്ളി പോലെ എനിക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളൊരു സാധനം പറഞ്ഞ് തീപ്പട്ടിക്കൊള്ളി എന്നൊരു പേര് ജിൻഡോ ഇട്ട് കൊടുത്തു നമ്മുടെ സിജോ കുട്ടന്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോറ വരുന്നുണ്ട്. നോറ വന്നിട്ട് ശ്രീരേഖയുടെ പേരാണ്, ശ്രീരേഖയ്ക്കാണ് ചെല്ലപ്പേര് കൊടുക്കുന്നത്. എന്താണ്, ഓന്ത് ശ്രീരേഖ എന്നാണ് കൊടുക്കുന്നത്. അതായത് ശ്രീരേഖ മറ്റേ നമ്മുടെ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഓന്ത് നിറം മാറുന്ന കണക്ക് നിറം മാറി കളിക്കുകയാണ് എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലായത്, നോറയുടെ മെയിൻ ഒരു ടാർഗറ്റ് ഉണ്ട്. നോറ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖയെ വെച്ചിട്ട്, കാരണം നേരത്തെ ജാൻമണി ആയിരുന്നു, ജാൻമണിയായിട്ട് പറഞ്ഞ് ജാൻമണി തിരിച്ചു പൊട്ടും, നോര കരയും. അങ്ങനെ നോറയ്ക്ക് പുറത്തൊരു നോറയുടെ ക്യാമറയിൽ നോറയെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. നോറയുടെ കരച്ചില് ഈ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ കൂടുതൽ പുറത്ത് നോറയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ നോറ ഒന്ന് ഒതുങ്ങിപ്പോയി. അപ്പൊ നോറ അടുത്ത് ആരോട് ചൊറിഞ്ഞോണ്ട് ചെന്നിട്ടും ആരും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. സംസാരിക്കാൻ ഇൻക്ലൂഡിങ് നമ്മുടെ ഋഷിയൊക്കെ ചെന്നിട്ട് പോലും ഋഷിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ വിടുന്നേ ഉള്ളൂ. ചേച്ചിക്ക് കയറി പൊട്ടി കരഞ്ഞ് ചേച്ചിയുടെ ഫേസ് ഒന്ന് പുറത്തേക്ക് കാണിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല. അപ്പോഴാണ് ശ്രീരേഖയായിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നത്. ശ്രീരേഖ വീട്ടിലെ പുള്ളിയുടെ നോറയുടെ എക്സ് ഹസ്ബൻഡിനെ പറ്റി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ അതിന്റെ പേരിലുള്ള കരച്ചിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നോറ ഇങ്ങനത്തെ ഓരോ കരച്ചിൽ ഗെയിമിംഗ് ആണ്. അതിപ്പോ ഇന്നലത്തെ ഈ എപ്പിസോഡിലും അവിടെ പലരും പറയുന്നുണ്ട്. നമ്മുടെ സിജോ അടുത്ത് വന്നിട്ട് പറയുന്നത് നോറെ വിളിക്കുന്നത് തന്നെ കരച്ചിൽ റാണി എന്നാണ്, ആ ഒരു ചെല്ലപ്പേര് കൊടുക്കുന്നത്. കാരണം നോറ ആളുകളിലേക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ നോറ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ, അപ്പം ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ബിഗ് ബോസിലെ ക്യാമറ അയാളെ ഫോക്കസ് ചെയ്യും. അത് നോറയ്ക്കും അറിയാം. ആ ഒരു സംഗതി നോറയ്ക്ക് അറിയാവുന്നതുകൊണ്ട് നോറ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. നോറയുടെ പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടും നോറയെ പുറത്തെ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ആ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രംഗ് കാര്യം. ആ ഒരു സംഗതി ഇടയ്ക്കൊന്ന് നിർത്തിയതായിരുന്നു. അപ്പൊ ആ നിർത്തിയ ടൈമിൽ അവർക്ക് ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് അയാളുമായിട്ട് വഴക്കുണ്ടാക്കി അവളുടെ പോയിന്റ്സ് പറഞ്ഞ് ആൾക്കാർ അവളെ നോട്ടീസ് ചെയ്യുമായിരുന്നു. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ നോറയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നോറയ്ക്ക് വേറെ ആളോട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു കേസ് വന്നപ്പോൾ നോറ ഇറക്കുകയാണ് വീണ്ടും അവളുടെ ഒരു ഗെയിം, കരച്ചൽ ഗെയിം. അത് പക്ഷെ അത്ര ഒരു സുഖമുള്ള ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സിജോ അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ആ പേരും പറഞ്ഞ് അവൾക്കൊരു പേരും കൊടുത്തു, കരച്ചിൽ റാണി. അപ്പൊ ഇതിനകത്ത് വേറൊരു കേസും കൂടി അവൾ പറയുന്നുണ്ട്. അതായത് അർജുനും ഋഷിയും ശരണ്യൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അർജുൻ ഋഷി ഒരു ഗ്യാപ്പ് വന്നു, ഋഷി ശരണ്യ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ആണി നമ്മുടെ നോറക്കുട്ടിയാണ് എന്നുള്ളൊരു സാധനം സിജോ അവിടെ വെച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സിജോയും നമ്മുടെ റോക്കി ആയിട്ടുള്ള ഇടി, സിജോയ്ക്ക് കിട്ടിയ ഇടിയില് മെയിൻ ഒരു എഴുതി ഇട്ടത് നോറയാണ് എന്നുള്ളൊരു സാധനവും നമ്മുടെ സിജോ കുട്ടൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അത് അന്ന് നടന്നൊരു കേസാണ്. അന്ന് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞതാണ്, നോറ ഇതിനകത്ത് കിടന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന്. ആ സാധനം നമ്മുടെ സിജോ മനസ്സിൽ വെച്ച് ഇന്ന് ആ ഒരു സാധനം അങ്ങ് പൊട്ടിച്ചു. അത് കേട്ടപ്പോൾ ഋഷിക്കും ശരണ്യക്കും അർജുനും ഒക്കെ അങ്ങ് നോറക്കുട്ടിയോട് പൊളിയായി, കലിപ്പായി എന്തായാലും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ വരുന്നുണ്ട്. ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ വിക്ടിം നോറ എന്നുള്ള ഒരു പേര് കൊടുക്കുന്നുണ്ട്. വിക്ടിം കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് നോറ. അത് കഴിഞ്ഞ് ശ്രീരേഖ വരുന്നു, നോറയുടെ പേര് പറയുന്നു. മൊയന്ത് നോറ എന്നൊരു ചെല്ലപ്പേരാണ് കൊടുക്കുന്നത്. ഗബ്രി വന്നിട്ട് അൻസിബയെ പറയുന്നുണ്ട്. അൻസിബ ഒരു 150 വയസ്സ് പ്രായമുള്ള ഒരു ഡാഗിനി തള്ളയാണെന്നുള്ളൊരു സാധനമൊക്കെയാണ് കൊടുക്കുന്നത്. അൻസിബ കുറച്ച് ഒതുങ്ങിയുള്ള ഒരു ഗെയിമറാണ്, എനിക്ക് അതാണ് തോന്നിയത്. കൂടുതൽ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസ് പരിപാടീസ് ഇല്ല. പിന്നെ പറയുന്ന പോയിന്റ്സ്, അതായത് നേരത്തെ പറഞ്ഞ പല പോയിന്റ്സും നമുക്ക് അറിയാവുന്നതാണ്. അത് ഗബ്രിക്കും ജാസ്മിനും എതിരെയാണ്. സോ അതാണ് അവൻ 150 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു സാധനമൊക്കെ കൊടുക്കുന്നത്.
പിന്നെ ശരണ്യ നോറയുടെ പേര് പറയുന്നുണ്ട്, അർജുൻ വന്നിട്ട് നോറയുടെ പറയുന്നുണ്ട്. അർജുനൻ ശരണ്യെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിജോ വന്നിട്ട് ആ ഒരു പോയിന്റ് അന്ന് നടന്ന ആ ഒരു പ്രശ്നം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും അതങ്ങ് പൊളിഞ്ഞു. സത്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരൊരു നിമിഷം പോയി. അതുകൊണ്ടാണ് അവർ വന്നിട്ട് നേരെ നോറക്കിട്ട് തന്നെ അവരും പണി കൊടുത്തത്. എന്തായാലും മൊത്തത്തിൽ നോറയെ അങ്ങോട്ട് തേച്ചൊട്ടിച്ചു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ. അത് കഴിഞ്ഞ് വലിയ തുള്ളിച്ചാട്ടം ഒന്നും നോറയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് റസ്മിൻ പറയുന്നത് ഗബ്രിയുടെ പേരാണ്. റസ്മിൻ ഗബ്രിയുടെ പേര് പറയാൻ നേരത്ത് കൊടുക്കുന്ന ചെല്ലപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ ഗബ്രി എന്നാണ്. ഗബ്രി ഒരു കള്ളനാണ് എന്നാണ് റസ്മിൻ ഇപ്പൊ പറയുന്നത്. പല കാരണങ്ങളുണ്ട്, നമ്മൾ അതിനകത്തോട് മറ്റേ ചൂട് നടന്നീ പോകുന്നില്ല. അത് പറയാൻ പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് പറയേണ്ട വരും. റസ്മിൻ പറയുന്നതിനകത്തും കാര്യമുണ്ട്, ഗബ്രി പറയുന്നതിനകത്തും കുറച്ച് കാര്യമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചെല്ലപ്പേര് പരിപാടി കഴിയുമ്പോഴത്തേക്ക് നോറ ചേച്ചി കൂടുതൽ പണി കിട്ടിയ നോറ ചേച്ചിയാണല്ലോ. അപ്പൊ നോറ ചേച്ചി വെളുപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. ഫസ്റ്റ് ഋഷി അടുക്കലാണ് ചെല്ലുന്നത്. ഋഷി, അന്ന് ഞാൻ നിന്റെ അടുക്ക് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വന്ന് റൂമിൽ വന്നിട്ട് പറഞ്ഞോ അർജുനെ പറ്റി വല്ലതും പറഞ്ഞോ? അപ്പൊ ഋഷി പറയുന്നുണ്ട്, ഇല്ല നീ അന്ന് പറഞ്ഞില്ല, പക്ഷെ അതിന് ശേഷം നീ എന്നോട് പറഞ്ഞു എന്നുള്ളൊരു സാധനം പറയുമ്പോഴത്തേക്ക് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, അന്ന് ഞാൻ മോനോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ എന്തായാലും നോറ വെളുപ്പിക്കൽ പരിപാടി തുടങ്ങി. പക്ഷെ അതാരും അങ്ങോട്ട് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. അവിടെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് നോറയ്ക്ക് എന്തായാലും. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ജയിലിന്റെ അടുത്ത് നിന്നിട്ട് കൈയൊക്കെ അകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ രതീഷ് മാമനും ജിൻഡോ കൂട്ടനും കൂടെ പാട്ടൊക്കെ പാടി അങ്ങോട്ട് ചില്ല് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കുകയാണ് എന്നാണ് പറയുന്നത് രണ്ടുപേരും. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് സൈഡിൽ നമ്മുടെ ശ്രീരേഖ നിന്ന് കരയുന്ന കാണാം, വിതുമ്പുന്നു. നോറ പറഞ്ഞതിനെയൊക്കെ വെച്ചിട്ട് നോറ ഞാൻ മെയിൻ ആയിട്ട് നോറയെ വിക്ടിം ആക്കിയിട്ടാണ് ഞാൻ ഗെയിം കളിക്കുന്നത് എന്നുള്ളൊരു സാധനമൊക്കെ നോറ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ശ്രീരേഖ ചേച്ചി അവിടെ ഗെയിം കളിക്കുമല്ല കരച്ചിൽ പരിപാടി ഇറക്കിയത്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രതീഷും നമ്മുടെ ജിൻഡോ ചേട്ടനും അങ്ങോട്ട് വരും. അപ്പം ജിൻഡോ ചേട്ടൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല, സൈഡിൽ കൂടെ അങ്ങ് പോയി. പക്ഷെ രതീഷ് അവിടെ നിന്ന് 1-2 ഡയലോഗൊക്കെ ഇറക്കി. ശ്രീരേഖ എന്റെ മനസ്സിലൊരു വലിയ സ്ഥാനം ഞാൻ ശ്രീരേഖയ്ക്ക് തരുന്നുണ്ട് എന്നൊരു സാധനമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ശ്രീരേഖ ഒരു സാധനം പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് എന്ത് തേങ്ങയാണാ കാണിക്കുന്നത് എന്നുള്ളൊരു സാധനം കൊടുത്തു. അപ്പത്തേക്ക് പറയുന്നുണ്ട് നമ്മുടെ രതീഷ് അണ്ണൻ, ഞാനൊരു എന്റർടൈൻമെന്റ് ആണ് ഇവിടെ വന്നത്, ഞാൻ എന്റർടൈൻ ചെയ്യുന്നുണ്ട് ആൾക്കാരെ എന്നുള്ളൊരു സാധനം. ചെറിയൊരു കോൺവെർസേഷൻ അവരുടെ വഴക്കിലോട്ടൊന്നും പോയില്ല, നല്ല വൃത്തിക്കായി സംസാരിച്ച് നിർത്തി. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ബെല്ലടിക്കുന്നുണ്ട്, സ്റ്റോറിൽ എന്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരെ വിട്ടു. ഗബ്രിയും ശ്രീരേഖയല്ല നമ്മുടെ ശ്രീതും കൂടെ ഓടി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ വന്ന് ചെറിയൊരു പൊട്ടൽ അവിടെ നടക്കുന്നു. ഗബ്രിയാണ് മെയിൻ പൊട്ടാനായിട്ട് മറ്റേ വോയിസ് കൂട്ടി ചെല്ലുന്നത്. അത് ക്യാപ്റ്റനാണ് പോയി എടുക്കേണ്ടത്. ഇവർ ഓടിപ്പോയി കയറേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ അടുത്തൊരു ടോപ്പിക് ഉണ്ടാക്കാൻ വേണ്ടി ഗബ്രി മനഃപൂർവ്വം ശ്രമിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ റസ്മിൻ ഭായ് കൂടുതൽ അതിനകത്തോട്ട് മറ്റേ പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല, പരിപാടി നിർത്തിയിട്ട് അങ്ങ് പോയി. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു അതിഥി വരുന്നു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അതിഥി വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത് അവിടെ ഒരു കോമഡി പരിപാടി, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പഴയകാല റൊമാൻറ്റിക് സീനൊക്കെ അവിടെ കാണിക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് ശ്രീതു ജാസ്മിൻ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അവരെ പഴയകാല മറ്റേ റൊമാൻറ്റിക് നായികമാരെ പോലെ നടക്കുമ്പോഴത്തേക്ക് ഗബ്രി വന്ന് നമ്മുടെ ശ്രീതുവിനെ ഒരു പെയറായിട്ട് കൂട്ടുപിടിക്കുന്ന കണ്ടു. ഉടനെ ജാസ്മിൻ എടുത്ത വായിൽ അവിടുന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം വരെ അവൻ എനിക്കാണ് ലവ് ലെറ്റർ തന്ന് നീ സൂക്ഷിച്ചോ എന്നുള്ളൊരു സാധനം. അതായത് അതിനകത്ത് നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടുപേരും തമ്മിൽ ഇപ്പൊ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. ജാസ്മിനും ഗബ്രി ഒന്നിച്ചുള്ള ഒരു സാധനം എപ്പം മിണ്ടിയാലും പൊട്ടലാണ്. അപ്പൊ അത് ഒരു ഡ്രാമ തന്നെയാണ്. കാരണം എനിക്ക് അതിനകത്തും തോന്നിയത് 50 ദിവസം വരെ അവരൊരു പെയറായിട്ട് നിന്ന് കളിച്ചു. 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവരുടെ ആ ഒരു ഗെയിം മാറ്റിപ്പിടിക്കുന്നു. രണ്ടുപേരും ചെറിയൊരു വഴക്കുണ്ടാക്കി മാറി നിന്ന് ഇനിയിപ്പോ രണ്ടുപേരുടെ ഗെയിം. ആദ്യം വന്ന ഒരു 50 ദിവസം അവർ ആ ഒരു ലവ് പെയർ ആ ഒരു സാധനം കളിച്ചുകൊണ്ട് രണ്ടുപേരും വെളിയിൽ പോരാ. ലൈക്ക് ബിഗ് ബോസിനെ അറിയാം, നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ എന്താണ് അവർ നോക്കുന്നത്? ബിഗ് ബോസിലെ ആളുകൾ നോക്കുന്നത് അവിടെ കണ്ടന്റ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വെളിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്തോരം പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാർ, റോബിൻ ചേട്ടൻ, റിനോഷ് ലൈവ് ഇട്ടങ്ങ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബിഗ് ബോസിനെ വൻ രീതി കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് എല്ലാവരും എതിരെ നിൽക്കുന്ന നമ്മുടെ ഗബ്രിക്കും മെയിനായിട്ട് ജാസ്മിനും എതിരെയാണ് സിബിനെ പുറത്തിറക്കി വിട്ടത്. സോ ബിഗ് ബോസിന്റെ ആ ഒരു ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നോക്കിയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 50 ദിവസം നല്ല വൃത്തിക്ക് അവർ കണ്ടന്റ് ഉണ്ടാക്കി. അത് നല്ല വൃത്തിക്ക് അവർ ചെയ്തു, അവരെ പുറത്താക്കിയില്ല. 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ ഒരു ലവ് സ്ട്രാറ്റജി വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങി. സോ അതൊരു നല്ല പരിപാടിയാണ് അവരുടെ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. സത്യം പറയാലോ, അവർ കളിക്കുന്നുണ്ട്, അവർ നല്ല വൃത്തിക്കുള്ള ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം ഇന്ന് അതിനെ സംബന്ധമായിട്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ അവിടെ ഒരു പൊട്ടുന്നത് നമ്മൾ കണ്ടു. അത് ഒന്നെങ്കിൽ ഡ്രാമയായിരിക്കാം. ആ ഒരു സാധനം ഇത്രയും നേരം കുറെ നേരം അത് മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു സാധനം ഇട്ടപ്പം
ആൾക്കാർ നോട്ടീസ് ചെയ്യുമെന്ന് ജാസ്മിൻ ചിന്തിച്ചുകൊണ്ട് ആ ഒരു സാധനം അവിടെ ഇട്ടതായിരിക്കാം. അപ്പൊ എന്തായാലും ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് അതിഥി വരുന്നു, ഓരോ ഡോൾസിനെ ഓരോ ടീമിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിം നടക്കുന്നതിന്റെ ഇടയ്ക്ക് കിച്ചണിലെ ഒരു ചെറിയ പരിപാടി കാണിക്കുന്നത്, അത് കാപ്പി ഉണ്ടാക്കി വെച്ചു. കാപ്പി ഉണ്ടാക്കണമെന്ന് പവർ ടീം പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ കാപ്പി ഉണ്ടാക്കി വെച്ചു. അത് പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞ് ശരണ്യയും ജാസ്മിനും തമ്മിൽ ഒരു ചെറിയ, ജാസ്മിൻ പറയുന്നു നിനക്ക് വേണ്ടപ്പോൾ പറഞ്ഞാൽ പോലെ എന്തിനാ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്, ഇവിടെ വേറെ സാധനം ഒന്നും ഉണ്ടാക്കാൻ പാത്രമില്ല. അത് പറഞ്ഞ് ശരണ്യയും നമ്മുടെ ജാസ്മിൻ കൂടി ഒരു ചെറിയ പൊട്ടൽ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ ഗെയിം കളിക്കുന്നൊക്കെ ഉണ്ട്. ഗെയിമിൽ വിന്നേഴ്സ് ആവുന്നുണ്ട്. വിന്നേഴ്സ് ആവുന്നത് ഫസ്റ്റ് കിട്ടുന്നത് ടണൽ ടീം, സെക്കൻഡ് പവർ ടീം ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഗെയിമൊക്കെ നടന്നത് ഓക്കെ. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് തോന്നിയത്, ഈ ഒരു സാധനം പറയുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, ശരണ്യ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പവർ ടീമിൽ നിൽക്കാൻ വേണ്ടി ഗബ്രിയോട് മോനെ അപേക്ഷിക്കുകയാണ്. ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ഈ അപേക്ഷിച്ചിട്ട് ശരണ്യ ഈ ഒരു പവർ ടീമിൽ നിൽക്കാനുള്ള ഒരു കാരണം, ശരണ്യക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗെയിമില്ല. പവർ ടീം നിൽക്കുമ്പോഴത്തേക്ക് ശരണ്യാമച്ചി കാണിക്കുന്നത് മറ്റേ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൾ എല്ലാവരുടെയും നെഞ്ചത്ത് കയറാൻ നോക്കും. അത്രേ ഉള്ളൂ. അതിനകത്തൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗെയിം ഇല്ല. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ കൂടി ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇതിന് മുമ്പാണെങ്കിലും ശരണ്യ അതിനകത്ത് ആ പവർ ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ ശരണ്യക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ആ പറയുന്നതും മറ്റേ അധികാരമുള്ളതിന്റെ, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഞങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കേൾക്കണം എന്നുള്ള രീതി പറഞ്ഞ് ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ഒരു പരിപാടി മാത്രമേ ശരണ്യക്ക് അറിയത്തുള്ളൂ. വേറൊരു ഗെയിം ഒന്നും ശരണ്യക്കില്ല. പവർ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, പവർ ടീമിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ അവള് പോയി തീട്ടം എന്നേ അവളെ പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഗെയിമർ അല്ല ശരണ്യ എന്ന് എനിക്ക് ഇന്നലത്തെ ആ ഒരു പരിപാടി കണ്ടപ്പോഴത്തേക്ക് തോന്നി. മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇന്നലെ അവിടെ നടന്നത്. ജാസ്മിൻ ഗബ്രി ഞാൻ പറഞ്ഞ കണക്ക് അവരുടെ ആ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ചപ്പോഴത്തേക്ക് കൊള്ളാം എന്തായാലും. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ അതിഥി തൊഴിലാളി എന്ന അതിഥി വന്നതിന് ശേഷമുള്ള ആ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിൻഡോ ചേട്ടൻ, അപ്പൊ ഈ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് ജാസ്മിനും ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടായി. ഞാൻ അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പോകാത്തതാണ്. അത് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ജാസ്മിൻ ജിൻഡോ ഉള്ള ആ ഒരു ടീം, ജാസ്മിൻ ഒരു ചെറിയൊരു ഗെയിം സ്ട്രാറ്റജി ഇടുന്നുണ്ട്. പക്ഷെ ജിൻഡോ വേറൊരു സ്ട്രാറ്റജി കൊണ്ട് അവിടെ വന്നു. അതായത് നമുക്ക് ബാക്കി 3 ടീമിന് ഒന്നിച്ച് നിന്ന് നെസ്റ്റിനെ ഫസ്റ്റ് പുറത്താക്കാം എന്നുള്ളൊരു സാധനം ജിൻഡോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ജാസ്മിൻ അത് വലിയ താല്പര്യമില്ല. ജാസ്മിൻ പറയുന്നുണ്ട് നമ്മളത് പ്ലാൻ ചെയ്താലും അവര് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടീം വന്ന് ഫസ്റ്റ് നമ്മുടെ ഇടയ്ക്കിട്ട് പണി വന്നു കഴിഞ്ഞാൽ പണി പാളി എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ജിൻഡോ പറഞ്ഞ് അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഗെയിം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ പുറത്താവുന്നത് ജിൻഡോ ജാസ്മിൻ ടീമാണ്. അത് പുറത്താവാൻ 10 ടീമാണ്. അത് പുറത്താവാനുള്ളൊരു കാര്യം ഇത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പവർ ടീമിലെ നമ്മുടെ പവർ ടീമിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ സായിയും നന്ദനയും കൂടെ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ ഫസ്റ്റ് നന്ദൻ നമ്മുടെ നെസ്റ്റിനെ ആണല്ലോ പുറത്താക്കാൻ നോക്കിയിരുന്നത്, അങ്ങനെ വേണമായിരുന്നല്ലോ എന്നൊക്കെ ഇവര് തമ്മിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവര് ശ്രദ്ധിക്കാതെ നന്ദന പോയി ഈ നമ്മുടെ ജാസ്മിൻ ആ ഒരു ഡോളിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് അപ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പിൽ അപ്സര അത് പൊട്ടിച്ച് കളയുന്നുണ്ട്. അതായത് ആ ഡോളിന്റെ ബാക്കിലുള്ള ബോൾ പൊട്ടിച്ചാൽ ഔട്ടാണെന്നുള്ളൊരു മൈൻഡാണ്. ആ ഒരു പരിപാടിയിലാണ് ഗെയിം പോകുന്നത്. ആ ഒരു ഡോള് ചത്തു, അപ്പൊ ഗെയിം തോറ്റു എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ നന്ദന ശ്രദ്ധിക്കാതെ അതിനകത്ത് പോയി ഫസ്റ്റ് തന്നെ ഇവർ ഔട്ട് ആവുന്നുണ്ട്. സോ ഇതിന്റെ പേരും പറഞ്ഞ് ജാസ്മിൻ ജിൻഡോ അധികം വഴക്കിലേക്കൊന്നും പോകുന്നില്ല, ചെറിയൊരു തർക്കത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഗെയിം കഴിയുമ്പോഴത്തേക്ക് ജിൻഡോ നമ്മുടെ രതീഷേട്ടൻ്റെ അടുക്ക പറയുന്ന ഒരു സാധനമുണ്ട്. രതീഷ, എന്റെ ടീം ശരിയല്ല, എന്റെ ടീം ബോർ ആയതുകൊണ്ടാണ് ഞാൻ മാത്രമുള്ള ഒരാണായിട്ട്, സോ എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ ഒരു ടീം ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ജിൻഡോ ചേട്ടൻ മണ്ടനാണ്. ജിൻഡോ ചേട്ടൻ കയ്യിൽ നിന്ന് പോയി. ജിൻഡോ ചേട്ടൻ വിചാരിച്ച ഒരു സ്ട്രാറ്റജി ആ ഒരു ഗെയിമിൽ കൊണ്ടുവരാൻ നോക്കി, അത് നടന്നില്ല. സോ അത് നടക്കാത്തതുകൊണ്ട് നേരെ ജാസ്മിന്റെ ഒന്ന് നെഞ്ചത്ത് കൊണ്ടുപോയി ആ ഒരു സാധനം ഇടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെമ്പിള്ളാരുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഗെയിം കളിക്കാൻ പറ്റും, അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ജിൻഡോ ചേട്ടൻ വിചാരിച്ച പോലെ ആ ഗെയിം നടന്നില്ല, പണി പാളിപ്പോയി. പിന്നെ ജിൻഡോ ചേട്ടൻ നോക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് നിന്നുള്ള ഒരു ഗെയിമാണ് പുള്ളി നോക്കുന്നത്. അപ്പം ഒരു ടീം ഗെയിം കളിക്കുമ്പോഴും പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ജിൻഡോ എന്ന് പറയുന്ന ചേട്ടന് പണി കിട്ടാൻ പോകുന്ന 1-2 സ്ഥലങ്ങളാണിത്. ടീമായിട്ട് കളിക്കുമ്പോൾ ആ ഒരു ടീമിന്റെ കൂടെ നിന്ന് ടീമിന് വേണ്ടി ഗെയിം കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഒറ്റയ്ക്ക് പുള്ളി കളിക്കുന്നതിന്റെ ഒരു സാധനം നമുക്ക് മനസ്സിലാവും, ക്യാപ്റ്റൻസിയും കൂടെ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ കളിച്ചോളൂ, പക്ഷെ ഒരു ടീം ഒന്നിച്ച് നിന്ന് ഒരു ഗെയിം കളിക്കാൻ ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ ടീമിന്റെ കൂടെ നിന്നില്ലെങ്കിൽ പണി കിട്ടും ജിൻഡോ ചേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് വരാം.